ഒക്ടോബർ 26, 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഋഷി സുനക് ബിക്കംസ് ബ്രിട്ടൻസ് ഫസ്റ്റ് നോൺ വൈറ്റ് പ്രൈം മിനിസ്റ്റർ എന്ന ന്യൂസാണ്. 42-year-old former Chancellor of the Exchequer is of Indian descent. He vows to fix mistakes committed by former PM Liz Truss. Labour Party leader tweets that he has no mandate and British people have had no say. അപ്പോൾ ഋഷി സുനക് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്ററായി. നോൺ വൈറ്റ് പ്രൈം മിനിസ്റ്ററാണ്, ഇന്ത്യൻ ഒറിജിൻ പ്രൈം മിനിസ്റ്ററാണ്. ഇതിൽ PM ലിസ് ട്രസ്, പണ്ടത്തെ പ്രൈം മിനിസ്റ്റർ, തൊട്ട് മുമ്പ് സീറ്റ് ഒഴിഞ്ഞ ലിസ് ട്രസ് എന്ന പ്രൈം മിനിസ്റ്റർ അവരുടെ പോളിസീസൊക്കെ റിവൈസ് ചെയ്ത് മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തതുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി എക്കോണമിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ പറഞ്ഞ ഫസ്റ്റ് ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ഡിസെൻ്റുള്ള, ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനക്കാണ് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് വന്നിരിക്കുന്നത്. അടുത്തൊരു ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇമ്പോസസ് 936 crore ഫൈൻ ഓൺ ഗൂഗിൾ എന്നതാണ്. 936 കോടിയുടെ ഫൈൻ വീണ്ടും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൂഗിളിൻ്റെ മുകളിൽ ചുമത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എബ്യൂസിങ് ഇറ്റ്സ് ഡോമിനൻറ്റ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് പ്ലേ സ്റ്റോർ പോളിസീസ്. പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ട പോളിസീസ്, ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോറാണ് പ്ലേ സ്റ്റോർ. പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് ഒറിജിനൽ മാനുഫാക്ചേഴ്സിനെ സംബന്ധിക്കുന്ന കോൺട്രാക്റ്റുകളും കരാറുകളിലും തമ്മിൽ എബ്യൂസിങ് ഇറ്റ്സ് ഡോമിനൻ്റ് പൊസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കരാറുകളിൽ ഈ ഡോമിനൻ്റ് പൊസിഷൻ, ഇവരുടെ ഒരു മാർക്കറ്റിൻ്റെ പൊസിഷനും അവരുടെ നോമിനൻസൊക്കെ എബ്യൂസ് ചെയ്തു എന്നാണ്, അത് മിസ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ നമ്മൾ എഡിറ്റോറിയലിൽ നോക്കും. വീണ്ടും 2 ആഴ്ചക്കിടക്ക് വീണ്ടും ഒരു ഇതേപോലത്തെ ഒരു പെനാൽറ്റി കിട്ടിയതിന് മുമ്പ് ഡൽഹിയിലെ ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉള്ള ന്യൂസാണ് അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ പ്രശ്നങ്ങൾ. എയർ ക്വാളിറ്റി വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റിയാണ് ഡൽഹി. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ദീപാവലിക്ക് ശേഷം കുറച്ചുകൂടെ മെച്ചപ്പെട്ട എയർ ക്വാളിറ്റിയാണെന്നാണ് പറയുന്നത്. ദോ പീപ്പിൾ വയലേറ്റഡ് ദ ബാൻ ഓൺ ബേസ്റ്റിംഗ് ഫയർ ക്രാക്കേഴ്സ് ലീഡിംഗ് ടു എ സ്പൈക്ക് ഇൻ പൊല്യൂഷൻ, ദ എയർ ക്വാളിറ്റി ഇംപ്രൂവ്ഡ് ആസ് ദ ഡേ പ്രോഗ്രസ് ഡ്യൂ ടു ഫേവറബിൾ മെറ്റീരിയോളജിക്കൽ കണ്ടീഷൻസ് എക്സ്പെർട്സ്. ഫയർ ക്രാക്കേഴ്സ് പാടില്ല എന്ന് പറഞ്ഞ്, ബേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്, പടക്കങ്ങൾ ബേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടും അത് പാലിച്ചിട്ടില്ല എങ്കിൽ പോലും മെറ്റീരിയോളജിക്കൽ ഫാക്ടേഴ്സ് കാരണം അതിന് ശേഷം ദീപാവലിയുടെ പിന്നെയുള്ള മണിക്കൂറുകളിൽ എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭയങ്കര പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്. സീരിയസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് പോകുമെന്നായിരുന്നു ഇന്നലത്തെ ന്യൂസിൽ പറഞ്ഞിരുന്നത്. എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. എൻഡിങ് ഡോമിനൻസ് ഇന്നത്തെ എഡിറ്റോറിയലാണ്. മൊബൈൽ യൂസേഴ്സ് ഓഫ് ഡിജിറ്റൽ പവർ ഹൗസസ് നീഡ് ആൻ എൻവയോൺമെൻറ്റ് ഓഫ് റിയൽ ചോയ്സ്. ഇത് ഏതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൂഗിളിൻ്റെ മുകളിൽ കുറച്ച് പിഴ ചുമത്തിയിരുന്നു, വലിയ എമൗണ്ടാണ് ചുമത്തിയത്. എന്താണ് അതിൻ്റെ ബേസിക് കാരണം? ഗൂഗിൾ അതിന് ഡോമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഇനി അങ്ങോട്ടുള്ള ബിസിനസ് പ്രോസ്പെക്ട്സ് എന്താണ്, അവർ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് റെഗുലേഷൻസ് ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ടോ, അവരുടെ സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മോഡസ് ഓഫ് ഓപ്പറാൻഡി മാറ്റേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ഈ പറഞ്ഞ പോലെ എൻഡിങ് ഡോമിനൻസ് എന്ന എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്. The recent order of India's competition regulator against Google for abusing its dominant position in the Android mobile device ecosystem is significant not just for the amount of penalty imposed but also for the drastic change in business practices. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡോമിനൻ്റ് പൊസിഷൻ, അവരുടെ ഭയങ്കരമായിട്ടുള്ള ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് എക്കോസിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ആപ്പിൻ്റെ കാര്യത്തിലും പ്ലേ സ്റ്റോറിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ഡോമിനൻ്റ് പൊസിഷൻ മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള പിഴ മാത്രമല്ല, അത് എന്ത് ചെയ്യണം, ഇനി ഗൂഗിൾ അവരുടെ ബിസിനസ് സ്ട്രാറ്റജീസ് ഇവിടെ മാറ്റേണ്ടി വരും. കാരണം കുറേ കാര്യങ്ങളിൽ നിയമങ്ങൾ കംപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചില ലോസും അതുപോലെ തന്നെ അഗ്രിമെൻറ്റ്സിലുള്ള ചില കാര്യങ്ങളും ക്ലോസസൊക്കെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. എത്രയാണ് ഫൈൻ? ഇപ്പോൾ ഇന്നും ഫൈൻ ഇട്ടിട്ടുണ്ട് 931 കോടി എങ്ങനെ നമ്മൾ മുകളിൽ വായിച്ചാണ്. 1337 കോടിയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പെനാൽറ്റി ആയിട്ട് ഈ മിസ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ എന്ന രീതിയിൽ പെനാൽറ്റി ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ്റെ ബേസിക് കാര്യം എന്താണെന്നൊന്നുകൂടെ പറയാം. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇന്ത്യൻ്റെ. എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നിരിക്കുന്നത്. സോ ടു എനേബിൾ എൻ എക്കോസിസ്റ്റം വെർ എവ്രിബഡി ഹാസ് എ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട്, എല്ലാവർക്കും തുല്യമായൊരു ബാക്ക്ഗ്രൗണ്ട്, അല്ലാതെ ഒരാൾക്ക് ഒരു എഡ്ജ് ബിസിനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഈക്വലി കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു ഫെയർ മാർക്കറ്റ് റെഗുലേഷൻ ഉണ്ടാക്കലാണ് ആരുടെ റോള്? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആർക്ക് പെനാൽറ്റി കൊടുത്തത്?
ഗൂഗിളിന് പെനാൽറ്റി കൊടുത്ത്. ഗൂഗിൾ എൻഷുർ ദാറ്റ് യൂസേഴ്സ് കണ്ടിന്യൂ ടു യൂസ് ദെയർ സെർച്ച് സർവീസസ് ഓൺ മൊബൈൽ ഡിവൈസസ് വിച്ച് ഫെസിലിറ്റേറ്റഡ് അൺഇൻറ്ററപ്റ്റഡ് ഗ്രോത്ത് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ ഫോർ ഗൂഗിൾ എന്നാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെതായ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പുകൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അത് ആക്ച്വലി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് അഡ്വർടൈസ്മെൻ്റ് ആണ് മറ്റു കാര്യങ്ങളാണെങ്കിലും ഈ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നത് വഴി റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ പറയുക, നമ്മളെ നിർബന്ധിച്ചിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇപ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ചില ഫോണുകളിൽ, ഇപ്പോൾ മിക്ക ഫോണുകളിലും ഗൂഗിളിൻ്റെ മാപ്പ്, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം, ചില ഫീച്ചേഴ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഡിസിഷൻ? ഇപ്പോൾ പെനാൽറ്റി പ്ലസ് ഇറ്റ് ഹാസ് ടു മോഡിഫൈ ഇറ്റ്സ് മോഡിഫൈ ഇറ്റ്സ് കണ്ടക്റ്റ്. അപ്പോൾ എന്താണ്, ഇനി ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന രീതി അത് മോഡിഫൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഫോർ ഇൻസ്റ്റൻസ്, ആസ് പെർ ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓർഡർ, ഗൂഗിൾ ഷുഡ് നോട്ട് henceforth ഫോഴ്സ് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് ചൂസ് ഫ്രം ഇറ്റ്സ് ബൊക്കറ്റ് ഓഫ് ആപ്സ് ടു പ്രീ ഇൻസ്റ്റാൾ ഓൺ ദ ഡിവൈസ്. ഒന്ന്, ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സിന് സാധാരണഗതിയിൽ ഇവർ കൊടുക്കുന്ന ഗൂഗിളിൻ്റെ ആപ്പുകൾ നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ നിർബന്ധമായിട്ട് ക്രോം എന്ന് പറഞ്ഞ സെർച്ച് എഞ്ചിൻ, യൂട്യൂബ്, അതുപോലെ മാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡായിട്ട് ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഗൂഗിൾ ഷുഡ് നോട്ട് henceforth ഫോഴ്സ് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് ടു ചൂസ് ഫ്രം ഇറ്റ്സ് ബൊക്കറ്റ് ഓഫ് ആപ്സ് ടു പ്രീ ഇൻസ്റ്റാൾ ഓൺ ദ ഡിവൈസ്. പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. നോർ ഷുഡ് ഇറ്റ്, ദ ഓർഡർ സേസ്, റിക്വയർ ഡിവൈസ് മേക്കേഴ്സ് ടു pre-install its apps such as Google Search, Chrome, YouTube, Maps, among others as pre-condition for licensing of its Play Store. പ്ലേ സ്റ്റോറിൻ്റെ ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കൽ ഈ പറഞ്ഞ ക്രോമും യൂട്യൂബും മാപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും എന്നതല്ല. അതുകൊണ്ട് പ്ലേ സ്റ്റോർ ലൈസൻസിങ്ങിന് എന്ത് വേണ്ട, ഇനി ഗൂഗിളും യൂട്യൂബും ക്രോമും ഒന്നും ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. Google shall allow the users during the initial device setup to choose their default search engine for all search entry points. അപ്പോൾ എന്താണ്, ഗൂഗിൾ യൂസേഴ്സിന് ഡിസിഷൻ വിട്ടുകൊടുക്കണം ഏതാണ് ഡിഫോൾട്ടായിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഒരു ചോയ്സ് കൊടുക്കേണ്ടതാണ്. അല്ലാതെ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ മാർക്കറ്റിലുണ്ടെന്ന് കരുതി അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഗൂഗിൾ ഹാസ് ടേംഡ് ദ ഓർഡർ എ മേജർ സെറ്റ് ബാക്ക് ഫോർ ഇന്ത്യൻ ബിസിനസ്സസ് ആൻഡ് കൺസ്യൂമേഴ്സ്, സെയിങ് ഇറ്റ്സ് ഓപ്പൺസ് അപ്പ് സെക്യൂരിറ്റി റിസ്ക് വൈൽ ആൾസോ സോ പോസിബിളി റേസിംഗ് ദ കോസ്റ്റ് ഓഫ് മൊബൈൽ ഡിവൈസസ്. ഇത് കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവുന്നു, മൊബൈൽ ഫോൺസിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ മാർക്കറ്റ് ഷെയറും റവന്യൂ ഒക്കെ വെച്ച് അതിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് കോമ്പറ്റീറ്റേഴ്സിന്, മറ്റ് കോമ്പീറ്റ് ചെയ്യുന്ന ഫേംസിന് ഒന്നും ഇല്ലാതായി പോകും. കാരണം ഓട്ടോമാറ്റിക് റവന്യൂ ജനറേഷനാണ്. ഇപ്പോൾ ഈ ഗൂഗിൾ ക്രോം വഴിയൊക്കെ സെർച്ച് എഞ്ചിനുകളിൽ നമ്മൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റവന്യൂ ജനറേഷനാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോർ ലൈസൻസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്പുകളിലാണെങ്കിൽ ശരി, ഗൂഗിൾ ഡോമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ മിസ്യൂസ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യസ് പ്രൈമറി റോൾ ഈസ് ടു എൻഷുവർ ഫെയർ കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനാലിസിസ് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഇന്ത്യ UK ടൈസ് ആസ് സുനക് ബിക്കംസ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിട്ട് ഋഷി സുനക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ UK ടൈസ്, ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ആണ് ഈ പറയുന്ന ന്യൂസ് പറയുന്നത്. എന്തായാലും അത് ഇംപ്രൂവ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഐ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ അവർ സ്റ്റുഡൻസ് ടു ഓൾസോ ട്രാവൽ ടു ഇന്ത്യ ആൻഡ് ലേൺ. ഇറ്റ്സ് എ two-way റിലേഷൻഷിപ്പ് ആൻഡ് ദാറ്റ്സ് ദ ടൈപ്പ് ഓഫ് ചേഞ്ച് ഐ വാണ്ട് ടു ബ്രിങ് ടു ദാറ്റ് റിലേഷൻഷിപ്പ്, സുനക് സെഡ് റീസെൻ്റ്ലി. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ എല്ലാം കാര്യത്തിൽ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ പുള്ളി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് സ്റ്റുഡൻസ് ഫോർ ലേണിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അത് two-way റിലേഷൻഷിപ്പ് ആയിരിക്കണമെന്നും, ഇപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനും ഇവിടുത്തെ കുട്ടികൾക്ക് അവിടെ പഠിക്കാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. മൊത്തത്തിൽ അതിന് എന്താ പറയുക, ഒരു പ്രൊപ്പല്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഇനി കൂടുതലാണ്. ബംഗ്ലാദേശിൽ ഹിറ്റ് ചെയ്തൊരു സൈക്ലോണിൻ്റെ ന്യൂസ് ഉണ്ട്. സൈക്ലോൺ സിത്രങ് കിൽസ് അറ്റ്ലീസ്റ്റ് 24 പീപ്പിൾ ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ഈ പറഞ്ഞ സൈക്ലോണിനെ കുറിച്ചുള്ള ന്യൂസാണിത്. ഈ പേരൊന്ന് ഓർത്ത് വെക്കണം. സിത്രങ് കിൽസ് അറ്റ്ലീസ്റ്റ് 24 പീപ്പിൾ എന്നാണ്. 24 മരണങ്ങൾ
സംഭവിച്ചു എന്നാണ് പറയുന്നത്. രാജ്യം ബംഗ്ലാദേശാണ്. സ്പോർട്സ് ന്യൂസാണ്. ഇംപീരിയസ് കോഹ്ലി അസേർട്സ് ഹിസ് ക്ലാസ് വിത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് എവർ 2020 നോക്സ്. ഇത് ഏതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? നമ്മുടെ ദിവാലി ഈവിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫസ്റ്റ് വേൾഡ് 2020 മാച്ചിൽ ഇന്ത്യയുടെ ജയവുമായി ബന്ധപ്പെട്ട കോഹ്ലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന ന്യൂസാണ്. സ്റ്റോണിഷ് ബ്ലിറ്റ്സ് പ്രൊപ്പൽസ് ഓസ്ട്രേലിയ പാസ് ശ്രീലങ്ക. അപ്പോൾ വേറൊരു മാച്ചിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയെ തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. മാർക്കസ് സ്റ്റോണിസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കാഴ്ച വെച്ചത്. സോ താങ്ക് യു ഫോർ ലിസണിങ് ടു ദ വീഡിയോ. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.